കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടന വേളയിലെ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികളെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു. പക്ഷെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരാത്ത നാണക്കേടായി മാറി. മുൻനിരയിൽ ഒരു സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ഇടിച്ചത് രണ്ടാം നിര നേതാക്കളല്ല, പാർട്ടിയിലെ ഉന്നത നേതാക്കൾ തന്നെയാണ്. അവര് ഇടിച്ചു മുൻനിരയിൽ വന്നപ്പോൾ അവരുടെ മുഖത്തെ ഭാവമൊന്ന് കാണേണ്ടതായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം ജയിച്ച സൈന്യാധിപന്റെ ഒരു വിജയഭാവം, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഉയർത്തിയ മെസ്സിയുടെ ഒരു വിജയസ്മിതം. എന്തായാലും ഈ ദൃശ്യങ്ങൾ, അതിനെ ചൊല്ലി ഉണ്ടായ വിമർശനങ്ങൾ, അത് പാർട്ടിയിലൊരു ചർച്ചാ വിഷയമായി എന്നുള്ളത് നല്ല കാര്യമാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC യോഗം ഇനി പൊതുപരിപാടികളില്, പൊതുയോഗങ്ങളില് ദീക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, ചില പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പെട്ടെന്നാണ് തീരുമാനമുണ്ടായത്. പക്ഷെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കോൺഗ്രസ് വൈകുന്നു എന്നുള്ളതാണ് ആ പാർട്ടിയുടെ എന്നത്തെയും ദുര്യോഗം, അല്ലെങ്കിൽ പോരായ്മ, ദൗർബല്യം. അത് കോൺഗ്രസിനെ തന്നെ ദുർബലമാക്കുന്നു എന്ന് ഈ പാർട്ടിയുടെ നേതാക്കൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ചില അപ്രിയ സത്യങ്ങൾ പറയുന്നത് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്ന ആളുകളുടെ ഔന്നിത്യം ഇടിച്ചു കാട്ടാനല്ല, പക്ഷേ പഴയകാല നേതാക്കളുടെ തലപ്പൊക്കം ഇന്ന് കോൺഗ്രസിൽ കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. അതൊരു തുറന്ന യാഥാർത്ഥ്യമാണ്. അതിൽ പരിഭവിച്ചിട്ടും കാര്യമില്ല. പ്രഗത്ഭരുടെ നീണ്ട നിര മൺമറഞ്ഞുപോയി. ഇപ്പോൾ ശേഷിക്കുന്ന, അല്ലെങ്കിൽ ആ തലമുറയിൽ ശേഷിക്കുന്നത് ശ്രീ AK ആന്റണി മാത്രമാണ്. അദ്ദേഹമാണെങ്കിൽ പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ്, നിശബ്ദനാണ്, മൗനത്തിലാണ്. പഴയകാലത്ത് KPCC പ്രസിഡന്റിനെയും ഭാരവാഹികളെയും നിശ്ചയിക്കുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക, ഇക്കാര്യത്തിലൊക്കെ കടുത്ത തർക്കം നടന്നിരുന്നു. രണ്ട് ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞു നിന്ന് പോരാടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പാർട്ടിയെ സാരമായിട്ട് ബാധിച്ചിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ തലപ്പൊക്കമുള്ള, അല്ലെങ്കിൽ പ്രാഭവമുള്ള നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. ഇതൊന്നും, ഈ തർക്കങ്ങളൊന്നും, ഈ ഗ്രൂപ്പ് പോരാട്ടങ്ങളൊന്നും പാർട്ടിയെ ബാധിക്കരുതെന്ന് അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. പണ്ട് രണ്ട് ഗ്രൂപ്പായിരുന്നു, അവർ തമ്മിൽ പോരാടുമായിരുന്നു, അവർ തമ്മിൽ സംസാരിച്ചു കാര്യങ്ങൾ തീർക്കുമായിരുന്നു. ഇന്ന് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് കോൺഗ്രസിലെ നേതാക്കൾക്ക് തന്നെ അറിയില്ല. 5-6 ഉണ്ടെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. അതൊക്കെ അദൃശ്യ ഗ്രൂപ്പുകളാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള താമസം, അല്ലെങ്കിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന്റെ അഭാവം, ഇതെല്ലാം കൂടെ ചേർന്ന് ഈ പാർട്ടിയുടെ കെട്ടുറപ്പ് അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ചില പൊട്ടലുകൾ പാർട്ടിയിൽ, ഈ പാർട്ടി സംവിധാനത്തിൽ ഉണ്ടാകാം എന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് UDF-നൊക്കെ അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. പിണറായി വിജയന്റെ നേതൃത്വമുള്ള മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള ഒരു വികാരം, അല്ലെ ആന്റി ഇൻകുംബൻസി ഫാക്ടർ, അതൊക്കെ വളരെ ശക്തമായിട്ട് പ്രകടമായിട്ട് നിലവിലുണ്ട്. അവർക്ക് ആകെ കൂടെ ആശ്രയിക്കാവുന്നത് ഈ ചില അസത്യങ്ങൾ പെരുപ്പിക്കുന്ന ഈ പ്രചാരണ തന്ത്രങ്ങൾ മാത്രമാണ്. വലിയ നേട്ടങ്ങൾ ഈ ഗവൺമെന്റ് ഉണ്ടാക്കി എന്നും മറ്റിലുള്ള. പക്ഷെ കോൺഗ്രസിന്റെ സ്ഥിതിയല്ല. അവർക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ഓരോ വിഷയങ്ങളും പൊതുസമൂഹത്തിന്റെ മുമ്പിലിട്ട്, തെരുവിലിട്ട് അലക്കിയതിനു ശേഷം മാത്രം തീരുമാനം എടുക്കുക എന്ന രീതി പറഞ്ഞല്ലോ പണ്ടേ ഉള്ളതാ. പക്ഷെ അതിപ്പോൾ അഫോർഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കില്ല. അത് നേതാക്കൾ മനസ്സിലാക്കണം. KPCC പ്രസിഡന്റിനെ നിശ്ചയിക്കുന്ന കാര്യം നോക്കൂ. ഇപ്പോൾ K.സുധാകരനാണ് പ്രസിഡന്റ്. അദ്ദേഹത്തെ മാറ്റണോ, മാറ്റണ്ടയോ? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണോ? പഞ്ചായത്ത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന് ഫലപ്രദമായ നേതൃത്വം പാർട്ടിക്ക് നൽകാൻ സാധിക്കുമോ? ഇതൊക്കെ ആലോചിക്കുന്നത് നാട്ടുകാരല്ല. അവരാരും KPCC പ്രസിഡന്റിനെ മാറ്റണമെന്നോ മാറ്റണ്ടെന്നോ പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ആലോചന വന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ്. വളരെ പ്രബലമായ ഒരു വിഭാഗമാണ് ഈ കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. K.സുധാകരന്റെ ആരോഗ്യ സ്ഥിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് 2 സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിക്കാൻ വേണ്ട ആരോഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്രസിഡന്റ് വരണം എന്ന ആവശ്യം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായതാ.
അതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് കൃത്യസമയത്ത് വേണ്ട സമയത്ത് പൊതുജനങ്ങളോട് പറയാൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല? അതിനു പകരം നിരന്തരമെന്നോണം പത്രമാധ്യമങ്ങളില്, പത്രത്താളുകളില്, അല്ലെങ്കിൽ ചാനൽ വാർത്തകളില് ഈ വിഷയം ഇട്ട് അലക്കുകയാണ്. അതിലൂടെ പുറത്തേക്ക് വരുന്നത് പാർട്ടിയുടെ ദൗർബല്യമാണ്, നേതാക്കൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയാണ്, ഇവിടുത്തെ ഘടകവും ഹൈക്കമാൻഡും തമ്മിലുള്ള പൊരുത്തക്കേടുകളാ. ഇതൊക്കെ എങ്ങനെ കോൺഗ്രസിന് സഹായകരമാകും? ഞാൻ പറഞ്ഞില്ല, ഇതിലേക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ കഴിവുള്ള, അല്ലെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ള നേതാക്കൾ ഇന്ന് കേരളത്തിലില്ല, കേരളത്തിലെ പാർട്ടിയിലില്ല. ഇന്നത്തെ നേതാക്കൾക്ക് അത് സാധിക്കുകയുമില്ല. കാലം ഒത്തിരി മാറി, ഈ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ മാറി. കേന്ദ്ര നേതൃത്വം അഥവാ ഹൈക്കമാൻഡും കേരള നേതൃത്വവും തമ്മിലുള്ള ബന്ധം, പണ്ടൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക ഇവിടെയാണ്, കേരളത്തിലാണ്. ആന്റണിയും കരുണാകരനും ഉള്ളപ്പോൾ അവരാണ്, കരുണാകരനും ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ അവരാണ്. അതിന് അപവാദമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചു പേര് പറഞ്ഞ ജി കാർത്തികനെ ഒഴിവാക്കി വി എം സുധീരനെ KPCC പ്രസിഡന്റ് ആക്കിയതാണ്. അതുണ്ടാക്കിയ ഫലങ്ങളെ കുറിച്ചൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ അന്ന് ഇവിടെ തീരുമാനിക്കുന്നു, ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുന്നു എന്നുള്ളതായിരുന്നു സ്ഥിതി. ഇന്നത് മാറി. ഇന്നിപ്പോൾ ഹൈക്കമാൻഡിനാണ് ഒരു അപ്രമാദിത്വമുള്ളത്, അവരാണ് തീരുമാനിക്കുന്നത്. പണ്ട് AICC ജനറൽ സെക്രട്ടറിമാര്, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ആളുകള്, അവരിങ്ങനെ നിരന്തരം വന്നുപോകുന്ന ഏർപ്പാടൊന്നുമില്ല. എല്ലാ KPCC യോഗങ്ങളിലും സംസ്ഥാന പാർട്ടിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാർ വരാറുണ്ടായിരുന്നില്ല. ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. ഇപ്പൊ ഏത് ഏർപ്പാടിനും AICC ജനറൽ സെക്രട്ടറി ഉണ്ട്. നല്ല കാര്യമാണ്, അവർ വരുന്നതും ഇവിടുത്തെ നേതാക്കളുമായിട്ട് ഇടപഴകുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാ. പക്ഷെ അതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഹൈക്കമാൻഡിന്റെ പിടിയാ. പാർട്ടി വളരെ ദുർബലമാണ് അഖിലേന്ത്യാ തലത്തിലും ഒക്കെ. എങ്കിലും ഹൈക്കമാൻഡ് ഇവിടെ പിടിമുറുക്കുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ KC വേണുഗോപാലും കൂടെ അടങ്ങുന്നതാണ് ഈ ഹൈക്കമാൻഡ്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് മതിയായ സേ ഇന്നില്ല. അതില്ലാതായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തലപ്പൊക്കമുള്ള നേതാക്കളുടെ അഭാവം തന്നെയാണ്. അപ്പോ പ്രസിഡന്റ് കാര്യത്തിലായാലും മറ്റേതെങ്കിലും ആണെങ്കിലും, ഇനി DCC ഭാരവാഹികളുടെ കാര്യത്തിലാണെങ്കിലും, ഇനി പുതുതായിട്ട് കൂടുതൽ അധികാരങ്ങളുള്ള DCC പ്രസിഡന്റുമാർ വരിക, അവരുടെ കാര്യത്തിലാണെങ്കിലും തീരുമാനങ്ങൾ അത് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട രീതിയിൽ ഉണ്ടാവണം. അത് ഹൈക്കമാൻഡാണ് എടുക്കുന്നതെങ്കിൽ ഹൈക്കമാൻഡ് എടുക്കുക, സംസ്ഥാന നേതൃത്വമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇവിടെ ആയാലും ജനാധിപത്യമല്ല, ഈ പാർട്ടിയിൽ ഉൾപ്പാർട്ടി ജനാധിപത്യമില്ലല്ലോ, തെരഞ്ഞെടുപ്പില്ലല്ലോ, അംഗത്വ വിതരണമില്ലല്ലോ, ഇത് നോമിനേഷൻ ആണല്ലോ. അപ്പൊ അത് കൃത്യസമയത്ത് വേഗത്തിൽ നടത്തുക, അതാണ് പാർട്ടി ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് അലക്കി അവരെ വെറുതെ വെറുപ്പിക്കരുത്. തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ നല്ല കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനം വേണം. അതിന് ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില നടപടികൾ ഉണ്ടാകും എന്ന് പറയുന്നു. തൽക്കാലം അത് കാത്തിരിക്കാം. പക്ഷെ അത് മാത്രം പോരാ. പാർട്ടിക്ക്, അത് ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും, പ്രതിച്ഛായുള്ള നേതാക്കൾ വേണം. ഇന്നത്തെ വോട്ടർമാരിൽ ഒരു വലിയ ശതമാനം ചെറുപ്പക്കാരാണ്. അവർ നോക്കുന്നത് പ്രതിച്ഛായയും സംശുദ്ധമായ വ്യക്തിത്വവും ഉള്ള ആളുകളെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കളെയാണ് പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കേണ്ടത്. വരാൻ പോകുന്ന KPC പ്രസിഡന്റ് അങ്ങനെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളായിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു വരുന്നത്? തിരുവനന്തപുരം അങ്ങനെ പെട്ടെന്ന് ജയിക്കാവുന്ന ഒരു മണ്ഡലമല്ല. 3 തവണ തുടർച്ചയായി അദ്ദേഹം ജയിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായാണ്, അദ്ദേഹത്തിന്റെ സൽപ്പേരാണ്, അദ്ദേഹത്തിന്റെ സ്റ്റേച്ചറാണ്. അത് മനസ്സിലാക്കാൻ പാർട്ടിയുടെ, കോൺഗ്രസിന്റെ നേതാക്കൾക്ക് സാധിക്കണം. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കൂ. അവിടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. അതിനു മുമ്പേ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കം തെരുവിലെത്തിക്കഴിഞ്ഞു. അവിടെ 2 പേരുടെ പേരുകൾ കേൾക്കുന്നു. ഒന്ന് ഇപ്പോഴത്തെ DCC പ്രസിഡന്റായ VS ജോയ്, രണ്ടാമത്തേത് ആര്യാടൻ ഷൗക്കത്ത്. 2 പേരും നല്ല മിടുക്കന്മാരാ, ചെറുപ്പക്കാരാ, മത്സരിപ്പിക്കാൻ കൊള്ളുന്നതാണ്. ആര്യാടൻ ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട്, ഷൗക്കത്ത് ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ അത് തോറ്റുപോയി. അന്നത്തെ രാഷ്ട്രീയം വേറെയായിരുന്നു. അതുപോലെ VS ജോയ് കേരളത്തിലെ ഏറ്റവും മികച്ച 2-3 DCC പ്രസിഡന്റുമാരിൽ ഒരാളായിട്ട് ഗണിക്കപ്പെടുന്ന ആളാണ് ജോയ്. ചെറുപ്പക്കാരനാണ്. ഷൗക്കത്തും ചെറുപ്പക്കാരനാണ്. ഷൗക്കത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിന് അതീതമായിട്ട് ഒരു സാംസ്കാരിക രംഗത്തെ ഒരു സാന്നിധ്യം കൂടിയാണ്. ചലച്ചിത്ര നിർമ്മാതാവാണ്, എഴുതും, വായിക്കും, പ്രസംഗിക്കും, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിയുടെ പൈതൃകം, അതിന്റെ പിന്തുടർച്ചക്കാരനാണ്.
ഏത് തരത്തിൽ നോക്കിയാലും രണ്ടുപേരെയും നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ സാധിക്കും. ഒരു തീരുമാനമെടുത്താൽ പോരെ? കോൺഗ്രസ് നേതൃത്വത്തിന് അതൊരു കഴിവില്ലേ? ഒന്നാമത്തെ കാര്യം, ഇപ്പോഴേ ചർച്ച തുടങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് തുടങ്ങി വെച്ചത് PV അൻവറാ. അതേ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടാ പോയത്. അദ്ദേഹത്തിന് എന്താ ഇവിടെ കാര്യം? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ PV അൻവറിന് എന്താണ് പ്രത്യേക റോള്? ഘടകകക്ഷികളോടൊക്കെ ചോദിക്കുന്നത് മനസ്സിലാക്കാം. എന്നാലും മുസ്ലിം ലീഗിന്റെ സമ്മതമൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ധാരാളം മുസ്ലിം വോട്ടുകളുള്ളതാണ്, ലീഗിന് സാന്നിധ്യമുണ്ട്. പക്ഷെ അവരുടെ അനുവാദവും അംഗീകാരവും ഒന്നും വേണ്ട. അവരോട് ചോദിക്കാം, അവരുടെ അഭിപ്രായം അറിയാം. പക്ഷെ PV അൻവറിന് എന്താണ് അവിടെ കാര്യം? അദ്ദേഹം നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഇന്നലെ അദ്ദേഹം AP അനിൽകുമാർ, ഈ നിലമ്പൂരിന്റെ ചുമതലയുള്ള ആളാ, കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുന്നു. അവിടെ അദ്ദേഹം VS ജോയിക്ക് വേണ്ടി വാദിക്കുന്നു. അദ്ദേഹമാകണം സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം 2 തവണ, അൻവർ 2 തവണ നിലമ്പൂരിൽ ജയിച്ച ആളാ. പക്ഷെ കഴിഞ്ഞ തവണ 2700 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉള്ളത്. CPM-ന്റെ വോട്ട് കൊണ്ട് ജയിച്ച ആളാ. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രാഭവത്തിൽ ജയിച്ചൊന്നുമല്ല. എന്തിനാണ് നിങ്ങൾ PV അൻവറിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന്? അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ആണെന്ന് പറയുന്നു. അത് ശരിയോ തെറ്റോ? തൃണമൂൽ കോൺഗ്രസ് അതിന്റെ കേന്ദ്ര നേതൃത്വം അത് അംഗീകരിച്ചതായിട്ട് നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അത് ശരിയായിരിക്കാം, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലായിരിക്കാം, ആയിക്കൊള്ളട്ടെ. പക്ഷെ ഈ തൃണമൂൽ കോൺഗ്രസ് UDF-ലെ ഒരു ഘടകകക്ഷിയാണോ ഇപ്പോൾ? അല്ലെങ്കിൽ എന്താണ്, അല്ലെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന് PV അൻവർ ധൈര്യപ്പെടുന്നത്? അതൊരു ചോദ്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയരാവുന്ന ചോദ്യമാണ്. അത് മനസ്സിലാക്കുന്നുണ്ടോ? അൻവറിനെ ഇങ്ങനെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടോ? ആത്മപരിശോധന വേണം ഇക്കാര്യത്തിൽ. UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതുവരെ PV അൻവർ ഇനി സൈലന്റ് മോഡിലായിരിക്കുമെന്ന്, മിണ്ടുകയല്ലെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതാ. മാധ്യമങ്ങൾ സഹകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന മൊഴിമുത്തുകൾ കിട്ടിയില്ലേ വലിയ ബുദ്ധിമുട്ടാണല്ലോ. തൽക്കാലം കിട്ടത്തില്ല, അതുകൊണ്ടൊന്ന് സഹകരിക്കണേ എന്ന്. ഇത്തരത്തിലുള്ള തള്ളുകൾ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് അൻവറിന് മനസ്സിലാകുമോ മനസ്സിലാക്കാതിരിക്കുമോ? പക്ഷെ കോൺഗ്രസ് നേതാക്കൾ അത് തിരിച്ചറിയണം. നിലമ്പൂർ മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമാ. ആര്യാടന് ഒരു പ്രത്യേകതയുണ്ട്. അത് CPM-നെയും മുസ്ലിം വിഭാഗത്തിലെ മതവാദികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ എഴുന്നേറ്റ് നിന്ന, തല ഉയർത്തിപ്പിടിച്ചു നിന്ന ഒരു നേതാവാണ്. ആ ലെഗസി, ആര്യാടൻ മുഹമ്മദിന്റെ പൈതൃകം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നിലമ്പൂരിലുമുണ്ട്, നിലമ്പൂരിന്റെ പുറത്തുമുണ്ട്. അവരാണ് ഷൗക്കത്തിനെതിരെ ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. VS ജോയിയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കണം. അതിന് യാതൊരു സംശയവും വേണ്ട. അത് ആര്യാടൻ ഷൗക്കത്തിനെ ബലഹീനമാക്കിക്കൊണ്ടാവരുത്. അതുവഴി ആര്യാടൻ മുഹമ്മദിന്റെ ലെഗസി ഇല്ലാതാക്കിക്കൊണ്ടാവരുത്. അതിന് ശ്രമിക്കുന്നവരെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ ആവരുത്. അതാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ KPCC നേതൃത്വം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കങ്ങനെ ആര്യാടൻ മുഹമ്മദിന്റെ ലെഗസിയെ തള്ളിപ്പറയാൻ സാധിക്കില്ല. കോഴിക്കോട് DCC മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചും അതിനെ തുടർന്ന് KPCC ചില പ്രോട്ടോകോൾ തയ്യാറാക്കി അതിനെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു നല്ല കാര്യമാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കും. KPCCയുടെ എല്ലാ നേതൃയോഗങ്ങളിലും എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. അതായത് പാർട്ടിക്കെതിരായിട്ട് ആരും പരസ്യമായി സംസാരിക്കരുത്, വിമർശനം പാർട്ടി വേദികളിലേ ആകാവൂ. ആ തീരുമാനമെടുത്ത് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ തന്നെ അത് ലംഘിക്കപ്പെടും. അതുപോലെ ഇപ്പോൾ ഈ പറയുന്ന പ്രോട്ടോകോള് നടപ്പാക്കിയാൽ നല്ല കാര്യമാണ്. ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ ഇങ്ങനെ ഈ നാടയുടെ തൊട്ടു പിന്നിലെ ആ നിലയിൽ നിൽക്കേണ്ടവരുടെ പേരെഴുതി തീരുമാനിക്കുന്നതൊക്കെ എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിന്റെ പല നേതാക്കളും, 1ാം നിരക്കാരും 2ാം നിരക്കാരും ഒക്കെ അതിനെയൊക്കെ ഭേദിച്ച് ആ ലക്ഷ്മണ രേഖകളൊക്കെ അതിലംഘിച്ച് മുന്നോട്ട് വന്നു നിൽക്കുന്നതിന് കഴിവുള്ള ആളുകളാണ്. ചിലപ്പോ ഈ പ്രോട്ടോകോൾ നടപ്പാക്കണമെങ്കിൽ ഈ നാടയുടെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു നിരയ്ക്കും ബാക്കിയുള്ളവരുടെ ഇടയിൽ ഒരു കയറ് കെട്ടി വേർതിരിക്കേണ്ടി വരും. പക്ഷെ ഈ പൊതുയോഗങ്ങളില് ഈ വേദിയിലെ കസേരകളി വളരെ നിഷ്പ്രയാസം ഒഴിവാക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലയിടത്തും കോൺഗ്രസിന്റെ വേദി ആൾപ്പെരുപ്പം മൂലം വേദിയിലേക്ക് കയറുന്നവരുടെ തിക്കും തിരക്കും കാരണം തകർന്നു വീണ സാഹചര്യങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്
പലതവണ, ഒന്നിലേറെ തവണ, പലവട്ടം അതുണ്ടായിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ഒരു നല്ല മാർഗമുണ്ട്. അതായത് പ്രസംഗിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ആളുകളുടെ അവർക്ക് വേണ്ടിയുള്ള കസേരകൾ മാത്രം വേദിയിലിടുക. ഓരോരുത്തരുടെയും പേരുകൾ അതത് കസേരയിൽ എഴുതി ഒട്ടിക്കുക. എന്നിട്ട് സ്വാഗത പ്രാസംഗികൻ വേദിയിലിരിക്കേണ്ട ഓരോ ആളുകളെയും പേര് ചൊല്ലി വേദിയിലേക്ക് ക്ഷണിക്കുക. അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന കസേരയിൽ പോയിരിക്കുക. ഇത് പരീക്ഷിച്ചാൽ ഒരുപക്ഷേ വിജയം കണ്ടേക്കാം. എന്താ, ഒന്ന് പരീക്ഷിക്കാൻ കോൺഗ്രസിന് താല്പര്യമുണ്ടോ?